സംസ്ഥാനത്ത് അതിതീവ്ര മഴ തുടരുന്നു. നിലവിൽ 11 ജില്ലകളിൽ റെഡ് അലർട്ടും 3 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും തുടരുകയാണ്. ശക്തമായ കാറ്റിൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു. അതേസമയം കനത്ത മഴയിൽ സംസ്ഥാനത്ത് ഇതുവരെ 18 മരണമാണ് റിപ്പോർട്ട് ചെയ്തത്. മാനസ മനോജ് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. അസിത, സംസ്ഥാനത്ത് അതിതീവ്ര മഴ തുടരുമെന്ന് തന്നെയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് വ്യക്തമാക്കുന്നത്. നിലവിൽ 11 ജില്ലകളിലാണ് റെഡ് അലർട്ട് തുടരുന്നത്. ബാക്കി 3 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടുമാണ്. ഈ സാഹചര്യത്തിൽ കനത്ത മഴയ്ക്കൊപ്പം മണിക്കൂറിൽ 60 കിലോമീറ്റർ വരെ വേഗതയിൽ വീശുന്ന കാറ്റും പ്രകടമാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അടിയന്തര സാഹചര്യങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ പൊതുജനങ്ങൾ അതീവ ജാഗ്രത പാലിക്കണമെന്നും മാറി താമസിക്കേണ്ട സാഹചര്യം വരികയാണെങ്കിൽ മാറി താമസിക്കണമെന്ന നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. നിലവിൽ എല്ലാ ജില്ലകളിലും കൺട്രോൾ റൂമുകൾ പ്രവർത്തന സജ്ജമാണ്. അതിനു പുറമെ മന്ത്രി കെ രാജന്റെ നേതൃത്വത്തിൽ മന്ത്രിയുടെ ഓഫീസിലും കൺട്രോൾ റൂം 24 മണിക്കൂറും ഇന്നു മുതൽ തുറന്നിട്ടുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ അടിയന്തര ഘട്ടങ്ങളിൽ സംയമനം പാലിക്കണമെന്ന നിർദ്ദേശം തന്നെയാണ് നൽകിയിരിക്കുന്നത്. ഒപ്പം തന്നെയാണ് മലയോര തീരദേശവാസികളോട് പ്രത്യേക ജാഗ്രതാ നിർദ്ദേശം പാലിക്കണമെന്ന അറിയിപ്പ്. മലയോര മേഖലയിൽ ഈ രാത്രി യാത്രകൾക്ക് വിലക്കുണ്ട്. അതോടൊപ്പം തന്നെ തീരദേശത്ത് കേരള തീരത്ത് 9 ജില്ലകളിൽ റെഡ് അലർട്ടാണ്. അതായത് കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുള്ളതിനാൽ ആണ് ഇത്തരത്തിൽ അതിതീവ്ര ജാഗ്രതാ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. ഒപ്പം തന്നെയാണ് ഈ ഒരു സാഹചര്യത്തിൽ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്ക് ഏർപ്പെടുത്തിയ വിലക്ക് തുടരുകയാണ്. ക്വാറി ഖനന പ്രവർത്തനങ്ങൾക്കും നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പൊതു ഇടങ്ങളിൽ സഞ്ചരിക്കുമ്പോഴും കാറ്റിൻ്റെ വേഗത കൂടുന്ന ഈ ഒരു പശ്ചാത്തലത്തിൽ അതീവ ശ്രദ്ധ പുലർത്തണമെന്ന് തന്നെയാണ് അറിയിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെയാണ് ഈ വ്യാപക മഴയിൽ കനത്ത നാശനഷ്ടമാണ് സംസ്ഥാനത്ത് അരങ്ങേറിയിട്ടുള്ളത്. ഈ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് പ്രത്യേക ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുള്ളത്. നിലവിൽ നാളെ സംസ്ഥാനത്ത് മഴ കനക്കാനാണ് സാധ്യത എന്ന മുന്നറിയിപ്പാണ്. കാരണം നാളെ ബംഗാൾ ഉൾക്കടലിൽ ഒരു ന്യൂനമർദ്ദം രൂപപ്പെടാൻ സാധ്യതയുണ്ട്. ഇതിൻ്റെ സ്വാധീന ഫലമായി വരുന്ന 5 ദിവസം സംസ്ഥാന വ്യാപക മഴയാണ് പ്രവചിക്കപ്പെട്ടിട്ടുള്ളത്. നാളെ 3 ജില്ലകളിൽ റെഡ് അലർട്ട് നൽകിയിട്ടുണ്ട്. അസിത. ശരി, മാനസ മനോജാണ് വിവരങ്ങൾ നൽകിയത്.